ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീഭാഗവതാമൃതം ജീവാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം നാരായണ നമ നാരായണ ഹരി നാമം പരബ്രഹ്മജ്ഞാനാമൃതം ഹരിനാമ സങ്കീർത്തനം പാടി ലോകത്തിൽ ഹരിയുടെ കരുണ കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം വൈഷ്ണവ വൈഭവ കഥ പറയാം ശ്രീകൃഷ്ണ കൃപാവര കഥ പറയാം ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ ഭാഗവതാമൃതം ജീവാമൃതം ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാലാഴിയിൽ പള്ളി കൊള്ളുന്ന ഭഗവാന്റെ ലീലാവിലാസങ്ങളാണീ കഥ പാഞ്ചജന്യം മുഴക്കി ഗീതാമൃതം പൊഴിച്ച കൃഷ്ണ ഹരേ ജയ കൃഷ്ണ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ പങ്കജനാഭ മുകുന്ദ ഹരേ വൃന്ദാവന ഗോവിന്ദ ഹരേ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ ഭാഗവതാമൃതം ജീവാമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം വേദസാരാമൃതം ഭാഗവതാമൃതം നാരായണ 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 ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ആനന്ദരൂപ ഭഗവൻ അയിത്തേവതാരേ പ്രാപ്തേ പ്രദീപ്ത ഭവദംഗ നിരീയമാണൈഃ കാന്തിവ്രജൈരിവ ഘനാഘനമണ്ഡലൈർദ്യാം ആവൃണ്വതി വിരുരുചേ കില വർഷവേല ആശാസു ശീതളതരാസു പയോദതോയൈഃ ആശാസിതാപ്തിവിവശേഷു സജ്ജനേഷു
നൈശാകരോദയവിധൗ നിശിമധ്യമായാം ക്ലേശാപഹ ത്രിജഗതാം ത്വമിഹാവിരാസി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ധന്യാത്മാക്കളെ, സുഹൃതികളെ, ഏവർക്കും സാദര നമസ്കാരം. ഭാഗവതാമൃതത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭാഗവതാമൃതത്തിൽ ശ്രീകൃഷ്ണാവതാരം കഴിഞ്ഞ് ദശമസ്കന്ധത്തിലെ 4-ാമത്തെ അധ്യായമാണ് ഇന്ന് ആരംഭിക്കുന്നത്. യോഗമായ ദർശനം, ദേവകി വസുദേവ മോചനം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന 4-ാമത്തെ അധ്യായം മധുരയിലുള്ള വിശേഷമാണ്. അതായത് അമ്പാടിയിൽ ചെന്ന് ആ പെൺകുട്ടിയെ എടുത്ത് ദേവകിയുടെ അരികിൽ കിടത്തി ആ യോഗമായി ആകുന്ന പെൺകുട്ടി നിലവിളിച്ചു. കംസഭൃത്യന്മാർ കംസനെ വിവരമറിയിച്ചു. കംസൻ ഓടി വന്നു. ആ കാരാഗൃഹത്തിലേക്ക് ചാടിക്കയറി പെൺകുട്ടിയുടെ കൈപിടിച്ച് വലിച്ചെടുത്ത് ഊക്കോടുകൂടി പാറക്കിട്ടടിച്ച് കൊല്ലാൻ ഉയർത്തുന്നു. പക്ഷേ കയ്യിൽ നിന്നും വഴുതി മാറി പെൺകുട്ടി. വഴുതി മാറുന്നത്, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു വസ്തു എടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കയ്യിൽ നിന്ന് തെന്നിപ്പോകുന്നത് പോലെ ഈ കൊല്ലാനായിട്ട് ഉയർത്തുമ്പോൾ കയ്യിൽ നിന്നും വഴുതി മാറിയതാണ്. അപ്പോൾ നല്ല കൂരിരുട്ടുള്ള സമയമാണ്. ഏതാണ്ട് 2 മണിയായിട്ടുണ്ടാകും ഇപ്പോൾ സമയം. അതായത് 12 മണിക്ക് ജനിച്ച് ആ ദിവ്യസ്വരൂപത്തെ കണ്ട് കൊളുമേർക്കൊണ്ട് വസുദേവരും ദേവകിയൊക്കെ സ്തുതിയൊക്കെ കഴിഞ്ഞ് ഭഗവാന്റെ അമൃതമൊഴികൾ കേട്ട് അതിനുശേഷം ഭഗവാൻ പ്രാകൃത ശിശുവായതിനു ശേഷമാണ് ഇവിടെ നിന്ന് പുറപ്പെട്ടത്. ഏതാണ്ട് 30-ലധികം കിലോമീറ്റർ അകലെയാണ് അമ്പാടി. വിശേഷപ്പെട്ട ചൗരാസി മന്ദിരം എന്ന് പറയപ്പെടുന്ന വിശ്വകർമാവിനാൽ നിർമ്മിക്കപ്പെട്ട അമ്പാടി, അവിടത്തേക്കാണ് കുട്ടിയെ കൂട്ടിക്കൊണ്ടുപോയി തിരിച്ചെടുത്ത് ഇത്രയും ദൂരം തിരിച്ചു താണ്ടി വരുമ്പോഴേക്കും സമയം ഏതായാലും 2 മണിയൊക്കെ കഴിഞ്ഞ സമയം. വെളുപ്പാങ്കാലത്തെ ഫലമാണ് ഈ സമയത്ത് 2 മണി കഴിഞ്ഞാൽ. അങ്ങനെയുള്ള സമയത്ത് ഊക്കോടുകൂടി കയ്യിൽ നിന്നും അടിക്കാനുയർത്തിയ പെൺകുട്ടി വഴുതി തെന്നിമാറി. കൂരിരുട്ടില്ല, എവിടെയാണ് ആ വീണത്, ആ കുട്ടിയെ ഒന്ന് എടുത്ത് ഒന്നുകൂടി ശക്തമായിട്ട് അടിക്കട്ടെ എന്ന് വിചാരിച്ച് കംസൻ ഇരുട്ടിൽ തപ്പുന്ന സമയത്ത് ആകാശമാർഗത്തിൽ നിന്നും ദേവി പറഞ്ഞു. എന്താ പറഞ്ഞത്? മന്ദ ജാതഖലുതവന്തഗിർ, താൻ എന്താണ് ചെയ്യുന്നത്? എൻ്റെ അന്തകൻ ജനിച്ചിട്ടുണ്ടെന്ന് ദേവി പറയുകയാണ്. അങ്ങനെ കംസൻ മേൽപോട്ട് നോക്കുമ്പോഴാണ് ആ കൂരിരുട്ടുള്ള ആകാശത്തിൽ അത്യധികം തേജോരൂപിണിയായിട്ട് ആദിപരാശക്തിയുടെ ദിവ്യസ്വരൂപത്തെ ആകാശത്തിലങ്ങനെ കാണുന്നത്. താം ഗൃഹീത്വാ
ചരണയോ ജാതമാത്രാം സ്വസുസുതാം അബോധയൽ ശിലാപൃഷ്ഠേ സ്വാർത്ഥോന്മൂലിത സൗഹൃദ സാ തദ്ധസ്താൽ സമുൽപത്യ സദ്യോ ദേവ്യംബരം ഗദാ അദൃശ്യതാനുജാ വിഷ്ണോ സായുധാഷ്ടമഹാഭുജ. ആ ദേവി സാ തദ് ഹസ്താൽ സമുൽപത്യ സദ്യോ ദേവി അംബരംഗത. ദേവി ആകാശമാർഗത്തിൽ ദർശനം കൊടുക്കുന്നു. ദിവ്യങ്ങളായ ആയുധങ്ങളോടുകൂടി 8 കൈകളോടുകൂടിയിട്ട് വിഷ്ണു അനുജ, വിഷ്ണുവിൻ്റെ സഹോദരി, പത്മനാഭ സഹോദരി, ദേവകാര്യ സമുദ്യത. ആ ദേവി 8 കൈകളോടുകൂടി കംസന് ദർശനം കൊടുക്കുന്ന രംഗം. കംസനാകെ പരിഭ്രമിച്ചു. ആ സ്വരൂപത്തെ കണ്ട് കംസൻ പരിഭ്രമിക്കുന്നു. എന്തൊരു സ്വരൂപം, എന്തൊരു തേജസ്! ദിവ്യസ്രഗംബരാലേപ രത്നാഭരണഭൂഷിത ധനുശൂലേഷു ചർമാസി ശംഖചക്രഗദാധര. ശംഖ ചക്രഗദാധര. ആ ദിവ്യസ്വരൂപം ദേവി ആദിപരാശക്തി 8 കൈകളോടുകൂടിയിട്ട് ദർശനം ചെയ്യുന്ന രംഗം. പത്മനാഭൻ്റെ സഹോദരി, നമ്മൾ ലളിതാ സഹസ്രനാമത്തിൽ പറയുന്ന ഭാവം. പക്ഷേ ലളിതാ സഹസ്രനാമം വേദവ്യാസൻ തന്നെയാണ് പറഞ്ഞു തന്നതെങ്കിലും ആ ലളിതാ സഹസ്രനാമത്തിന് ഒരു പ്രത്യേകതയുള്ളത്. 4 കൈകളോടുകൂടിയിട്ടുള്ള ദേവിയുടെ സ്വരൂപത്തെയാണ് വ്യാസൻ വർണ്ണിച്ചത്. അതിശ്രേഷ്ഠമായ ആ പുരാണത്തിൽ, ബ്രഹ്മാണ്ഡ പുരാണത്തിൽ. പക്ഷേ കുറേ കൂടി കാലം കഴിഞ്ഞ് നാരദ മഹർഷിയുടെ ഉപദേശം സ്വീകരിച്ച് ഭാഗവതത്തിലേക്ക് എത്തിയതോടുകൂടിയിട്ടുള്ള മാറ്റം ദേവി യഥാർത്ഥ സ്വരൂപം കാണിച്ചു കൊടുത്തു. ഞാൻ 4 കൈകളോടുകൂടിയിട്ടല്ല. ശ്രീമാത ശ്രീമഹാരാജ്ഞി ശ്രീമൽ സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡ സംഭൂത ദേവകാര്യസമുദ്യത ഉദ്യദ്ഭാനുസഹസ്രാഭ ചതുർബാഹുസമന്വിത രാഗസ്വരൂപപാഷാഢ്യ ക്രോധാകാരാങ്കുശോജ്വല എന്ന് പറയുമ്പോഴതിൽ ചതുർബാഹു ആണെങ്കിൽ ഇവിടെ പറയുന്നു സായുധാഷ്ടമഹാഭുജ. 8 കൈകളോടുകൂടിയിട്ട് ദേവീ ദർശനം കാണിച്ചു കൊടുക്കുന്ന രംഗം. ധനുശൂലേഷു, വില്ലുണ്ട്, ശൂലമുണ്ട്, ചർമാസി, ശംഖ്, ചക്രം, ഗദം, ഗദ ഇതൊക്കെ ധരിച്ചിരിക്കുന്നു. തോട്ടിയുണ്ട്. അങ്ങനെയുള്ള ആ ദേവിയുടെ സ്വരൂപത്തെ കംസന് കാണിച്ചു കൊടുക്കുകയാണ്, വിളിച്ചു കാണിച്ചു കൊടുക്കുകയാണ്. ഭാഗ്യമാണ് കംസന്. അതിപരാശക്തിയായ ജഗദംബികയുടെ യഥാർത്ഥ സ്വരൂപത്തെ കാണാനുള്ള ഭാഗ്യമുണ്ടായി. ആപതികിം കരണീയം സ്മരണീയം ചരണയുഗളം എന്നാണ് പറയാറ്. അമ്പായ ജഗദംബികയുടെ ചരണാരവിന്ദങ്ങളെ ആശ്രയിക്കുകയാണ് വേണ്ടത് ദുഃഖത്തിൽപ്പെടുന്ന സമയത്ത്. സ്മരിച്ചാൽ മതി. പക്ഷേ ഇദ്ദേഹത്തിന് ഏറ്റവും വലിയ ദുഃഖമാണ് തൻ്റെ അന്തകൻ ജനിച്ച സമയം, ആ ദിവസം. അതറിയുന്നില്ലെങ്കിലും ആ ദുഃഖ സമയത്ത് കൊല്ലാനായിട്ടായാലും ദേവിയുടെ പാദം പിടിച്ചു. ആ ദേവിയുടെ അനുഗ്രഹം കിട്ടി. ദേവി 8 കൈകളോടുകൂടി ആദിപരാശക്തിയായിട്ട് ദർശനം കൊടുത്തു. ഇന്നും കംസൻ്റെ കാരാഗ്രഹമുള്ള മധുരയിലെ, UP-യിൽ മധുരയിലെ ആ ജയിലറയുടെ സമീപത്ത് 8 കൈകളോടുകൂടിയിട്ടുള്ള ആദിപരാശക്തിയെ തങ്കത്തിൽ മെനഞ്ഞെടുത്ത് നമുക്ക് കാണിച്ചു തരുന്നുണ്ടെങ്കിൽ
ആ ദിവ്യ സ്വരൂപം സിദ്ധചാരണഗന്ധർവൈരപ്സര കിന്നരോരഗൈ, സിദ്ധന്മാര്, ചാരണന്മാര്, ഗന്ധർവന്മാര്, അപ്സരസ്സുകൾ, കിന്നരന്മാര്, ഇവരൊക്കെ കൂടി സ്തുതിച്ചുകൊണ്ടും നൃത്തം ചെയ്തുകൊണ്ടും ഒപ്പം തന്നെ കാണുന്നു, ദേവിയോടൊപ്പം കാണുന്നു. ഈ രംഗത്തിൽ 3 കാര്യങ്ങൾ ദേവി പറഞ്ഞു. കിമ്മയാഹതയാ മന്ദ, വിളിച്ചു. ഇദ്ദേഹം ശരിക്ക് ദേവിയെ കാണാത്തതുകൊണ്ട് വിളിച്ചു. മന്ദ, ബുദ്ധിയില്ലാത്തവനെ. കുറേ പേര് നമ്മളെപ്പോലെ ധാരാളം പേരുണ്ടെങ്കിൽ മന്ദ എന്ന് വിളിച്ചാൽ ഓരോരുത്തരും എന്നെയാണോ എന്നൊക്കെ വിചാരിക്കാം, എന്നെ ആയിരിക്കില്ല എന്നും വിചാരിക്കാം. പക്ഷെ ഇത് കംസൻ മാത്രമേ ഉള്ളൂ. മന്ദ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ തന്നെയാണെന്നുള്ള ബോധ്യത്തോടു കൂടി മേൽപ്പെട്ട് നോക്കിയപ്പോഴാണ് ദേവീ ദർശനമുണ്ടായത്. ജഗദംബിക പറഞ്ഞു, എന്തിനാ എന്നെ കൊല്ലുന്നത്? ഞാനല്ലല്ലോ നിൻ്റെ അന്തകൻ. നിന്റെ അന്തകൻ ഇന്ന് ജനിച്ചിട്ടുണ്ട് ഭൂമിയിൽ. ആരാണെന്ന് ഞാൻ പറഞ്ഞു തരില്ല. നീ അന്വേഷിക്കണം നിൻ്റെ അന്തകനെ. നീ നിന്നെ അന്തകനെ അന്വേഷിക്കുന്നതിനിടയിൽ എന്തിനാ എന്നെ വെറുതെ കൊല്ലുന്നതെന്ന്, കൊല്ലാൻ ശ്രമിക്കുന്നത്? ഞാനല്ലല്ലോ നിൻ്റെ അന്തകൻ എന്നൊക്കെയാണ് ദേവി പറഞ്ഞത്. ദേവി പറഞ്ഞതിൽ 3 കാര്യങ്ങളാണുള്ളത്, 3 സന്ദേശങ്ങൾ. കിമ്മയാ ഹൃദയാ മന്ദജാതഖലു തവാന്തരകിർ എത്ര ക്വവാ പൂർവശത്രു മാഹിംസീ കൃപണൻ വൃഥാ. ഒന്ന്, മർത്യൻ, മനുഷ്യൻ. ആ പേര് തന്നെ മർത്യൻ എന്ന് പറഞ്ഞാൽ അനുദിനം മരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. അപ്പം മർത്യൻ, മരണം ഉണ്ടെന്ന് എപ്പോഴും ഓർമ്മിക്കണം എന്നാണ് ഒന്നാമത്തെ കാര്യം. നിൻ്റെ അന്തകൻ ഇന്ന് ജനിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നിന്നോടൊപ്പം ഇവിടെ ഉണ്ട് എന്ന് ബോധ്യപ്പെടണം. മരണത്തിൽ നിന്ന് മോചനം നേടാൻ ഈശ്വരനെ അന്വേഷിക്കുക, ഭഗവാനെ അന്വേഷിക്കുക, അതായത് ശ്രീഹരിയെ അന്വേഷിക്കുക. അന്തകനൊപ്പം തന്നെ ഉണ്ടെങ്കിൽ ആ അന്തകനിൽ നിന്നും രക്ഷപ്പെടണമെങ്കിൽ എന്ത് വേണം? ഭഗവാനെ അന്വേഷിക്കുക, ശ്രീഹരി അന്വേഷിക്കുക. അപ്പം നിൻ്റെ അന്തകൻ ആരാണ്? ഇവിടെ ജനിച്ചിട്ടുണ്ട്, അത് ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാനെ നീ അന്വേഷിക്കുക. ഒന്നുകൂടി പറയാനുള്ളത്, തൻ്റെ ഈശ്വര അന്വേഷണത്തിനിടയിൽ, ഈശ്വര സേവയ്ക്കിടയിൽ, ഈശ്വര ആരാധനയ്ക്കിടയിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കണം. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായിട്ട് വരണം, അപരന് അസുഖത്തിനായിട്ട് വരരുത്. 3 കാര്യങ്ങളാണ്. ഇതൊക്കെയാണ് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ ഒപ്പം തീരുമാനമായിട്ട് അന്തകനും ഒപ്പമുണ്ട്. ആ അന്തകനെ നമ്മൾ അന്വേഷിക്കുക എന്ന് പറഞ്ഞാൽ അന്തകൻ ഈശ്വരൻ തന്നെയാണ്. പുറത്ത് കാലൻ്റെ രൂപത്തിലും ഉള്ളിൽ ആത്മചൈതന്യമായിട്ടും കുടികൊള്ളുന്ന ഒരേ ഈശ്വരൻ തന്നെയാണ്. നമ്മൾ ആ ഈശ്വരാന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുക. ജീവിതത്തിൽ ഈശ്വരനെ അന്വേഷിക്കണം. അതോടൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ഈശ്വരാന്വേഷണത്തിനിടയിൽ ഒരിക്കലും ഒരാൾക്കും ദോഷമുണ്ടാകാത്ത രീതിയിലുള്ള ഒരു സദ്ഭാവനയോട് കൂടിയിട്ടായിരിക്കണം നമ്മുടെ ഈശ്വര ആരാധനകളും ചടങ്ങുകളും ഒക്കെ നമ്മൾ നടത്തുന്നത്. നമ്മുടെ ചടങ്ങുകളോ നമ്മുടെ ആരാധനാക്രമങ്ങളോ ഒരാൾക്കും ദോഷമുണ്ടാകുന്നത്, ഒരാൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന തരത്തിൽ, അപരന് അസുഖത്തിനായിട്ട് വരുന്ന തരത്തിൽ വരരുത് എന്നൊക്കെയുള്ള കാര്യമാണ് ദേവിയുടെ ത്രിമധുരം. അമ്മയെ കണ്ടത് മാത്രമല്ല, പാദം പിടിച്ചതിൻ്റെ ഗുണം കിട്ടി. ത്രിമധുരമായിട്ട് 3 സന്ദേശങ്ങൾ കിട്ടി. ഇവിടെ മലയാളത്തിൽ ഒരു ശ്രീകൃഷ്ണ വിലാസം സുകുമാരകവി എഴുതിയതുണ്ട്. ഇതിൽ വളരെ വ്യക്തമായിട്ട് ഒന്നുകൂടി നന്നായിട്ട് പറഞ്ഞു. ക്രോധാകാര അങ്കുശോജ്വല മനോരൂപേക്ഷുഗോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണപ്രഭാപൂരമജ്ജൽ ബ്രഹ്മാണ്ഡ മണ്ഡല. ഈ സാക്ഷാൽ ജഗദംബിക ക്രോധാകാരിയായിട്ടാണ് കണ്ടത് എന്നൊക്കെയാണെങ്കിലും കംസനോട് വർത്തമാനം പറയുന്ന സമയത്ത് ദേവി വളരെ സാത്വികമായിട്ടാണ് പറഞ്ഞത്. ശാന്താസ് ആകാരത്തോടു കൂടിയിട്ടാണ് പറഞ്ഞത്. അതാണ് ദേവിയുടെ ഒരു ഭാവം ഇവിടെ. അതുകൊണ്ട് ആ ആദിപരാശക്തിയെ നമുക്കൊരു ശാന്തമായിട്ടുള്ള ഭാവത്തിലാണ് ലളിതാ സഹസ്രനാമത്തിന് തൊട്ട് മുൻപൊക്കെ ധ്യാന ശ്ലോകത്തിൽ പറഞ്ഞു തന്നിട്ടുള്ളത്. ധ്യായേത് പദ്മാസനസ്താം വികസിതവദനം പദ്മപത്രായതാക്ഷീം ഹേമാഭാം പീതവസ്ത്രം
കരകലിതലസത്യേമ പത്മാംബരാംഗീം സർവാലങ്കാരയുക്താം സതതമഭയതാം ഭക്തനമ്രാം ഭവാനീം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുദാം സർവസമ്പത്പ്രദാത്രീം. ശാന്തമൂർത്തിയായിരിക്കുന്ന ആ ശ്രീവിദ്യ സാക്ഷാൽ ജഗദംബിക ദേഷ്യമൊക്കെ ഒന്ന് നിയന്ത്രിച്ചുകൊണ്ട് എന്നാണ് പറഞ്ഞത്. അമ്മാവനെന്നു കരുതിയിട്ടരിശം വെടിഞ്ഞ് സമ്മോഹനാങ്കി തെളിവാർന്നുര ചെയ്തിവണ്ണം നിന്നന്തകൻ ധരയിലിന്നു പിറന്നു വേഗം നന്നായി നിനക്കുചിതമായത് നീ നിനക്കൂ. അതായത് നിന്റെ അന്തകൻ ഇന്ന് ജനിച്ചിട്ടുണ്ട്, അതാരാണെന്ന് അന്വേഷിക്കൂ, നിനക്ക് ഉചിതമായത് നീ ചെയ്തോളൂ എന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞതിന് ശേഷം പിന്നെ ആ ദേവിയുടെ ആ ദിവ്യസ്വരൂപത്തെ കണ്ടില്ല. ദേവി അനേകം ബഹുനാമനികേതേഷു ബഹുനാമ ബഭൂവഹ, അനേകം പേരുകളുള്ള ക്ഷേത്രങ്ങളിൽ അനേകം നാമങ്ങളുള്ളവളായിട്ട് ഭവിച്ചു. ഇന്ന സ്ഥലത്ത് ഇന്ന ദേവി എന്നല്ലേ നമ്മൾ അറിയപ്പെടുന്നത്. കൊല്ലൂരിൽ അമ്മ എന്നല്ലേ, കൊന്നയൂരിൽ അമ്മ, തിരുമാന്താംകുന്നിൽ അമ്മ, മന്നമ്പറത്ത് കാവിൽ അമ്മ, ആറ്റുകാലിൽ അമ്മ, ഇങ്ങനെ ഓരോയിടത്തും അമ്മയുടെ സ്ഥലപ്പേരോട് കൂടിയിട്ട് അമ്മ അറിയപ്പെട്ടു. ഇതാണ് ആ ദേവിയുടെ തുടക്കം. ഈ ആദിപരാശക്തിയാണ് യശോദ ഗർഭസംഭവയായിരിക്കുന്ന ഈ യോഗമായാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്, ലോകം മുഴുവനും അനേകമനേകം രൂപഭാവങ്ങളോടുകൂടി, ശരിക്കും പറയുകയാണെങ്കിൽ ആയിരക്കണക്കിന്, ഇപ്പം നമ്മൾ 1000 പറയും ലളിതാ സഹസ്രനാമത്തിൽ, 1000 രൂപത്തോടുകൂടി, 1000 ഭാവത്തോടുകൂടി, 1000 പേരോടുകൂടി, 1000 വേഷവിധാനങ്ങളോടുകൂടി ഈ ദേവി എല്ലാവർക്കും സർവാഗ്രഹങ്ങളെയും സാധിപ്പിച്ചു കൊടുക്കുന്നവളായിട്ട് അനുഗ്രഹം ചൊരിയുന്നു. സാധാരണ ഈ അമിട്ടുകൾ, വലിയ അമിട്ടൊക്കെ ഉണ്ട്, വെടിക്കെട്ടിൽ കാണാം. അത് താഴെ നിന്ന് തീ കൊളുത്തിക്കഴിഞ്ഞാൽ അത് ശക്തമായിട്ട് മേൽപോട്ട് ചെന്ന് അവിടുന്ന് പൊട്ടി വിരിയും. അനേകം നിറങ്ങളിലും രൂപഭാവങ്ങളിലൊക്കെ അതിങ്ങനെ നിറഞ്ഞു വന്ന് താഴ്ന്നു വന്ന് ലയിച്ചില്ലാതാവുന്നത് പോലെ കംസൻ്റെ കയ്യിൽ നിന്നും അതാ മേൽപോട്ട് ഉയർന്നു പോയ ആ ദേവി ആകാശമാർഗത്തിൽ 8 കൈകളോടുകൂടിയിട്ട് ദിവ്യ പ്രഭാവത്തോടുകൂടി ആദിപരാശക്തിയായി ദർശനം കൊടുത്തു. പിന്നീട് ലയിച്ചു ചേർന്നു. അനേകമനേകം ക്ഷേത്രങ്ങളിൽ ദേവിയെ പിന്നീട് ഏവർക്കും സർവകാമവരേശ്വരിയായിട്ട് ആശ്രയിക്കാൻ സാധിച്ചു എന്നൊക്കെയുള്ള വിശേഷം. ഈ ദേവിയുടെ ദിവ്യ ദർശനം കിട്ടിയിട്ട് മനസ്സൊന്ന് മാറി കംസൻ്റെ. അങ്ങനെ ആ മനസ്സിൽ മാറ്റം വന്ന കംസൻ പെട്ടെന്ന് തന്നെ ഓടി കാരാഗൃഹത്തിൻ്റെ സമീപത്തേക്ക് ചെന്നു. ദേവകി വസുദേവന്മാരവിടെ ചങ്ങലയിലാണുള്ളത്. ഓടിച്ചെന്നു, കാവൽക്കാരോട് വാതിൽ തുറക്കാൻ പറഞ്ഞു. വാതിൽ തുറന്നു. എല്ലാവരും പരിഭ്രമിച്ചു. കുട്ടിയെ കൊന്നിട്ട് ഇദ്ദേഹം ഇനി എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. ഓടി വരികയല്ലേ ചെയ്യുന്നത്. ക്രോധാകാരനായിട്ടല്ലേ ഇവിടുന്ന് പോയത്. കുട്ടിയെ കൊന്നു, തിരിച്ചു വരുമ്പോഴെന്താണെന്ന് അറിയില്ല. ഓടി വരുന്നു. വന്ന ഉടനെ കാൽക്കൽ വീണ് നമസ്കരിച്ചു രണ്ടുപേരുടെയും. അഹോ ഭഗിന്യഹോ ഭാമ മയാ വാം ബദപാത്മന പുരുഷാദൈവാപത്യം ബഹവോ ഹിംസിതാസുതാ. അതായത് ദേവകിക്ക് 8ാമതുണ്ടാകുന്നത് പുത്രനാണ് എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോഴാണ് പുത്രിയാണെന്ന് മനസ്സിലായത്. ദൈവം പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ വിചാരിച്ചു. ദൈവമപ്യ അനൃതം ഭക്തി. ദൈവം മാത്രമല്ല, മനുഷ്യർ മാത്രമല്ല കളവ് പറയുക, ദൈവം പോലും കളവ് പറയുമെന്ന് ഞാൻ മനസ്സിലാക്കി. ദൈവത്തിൻ്റെ വാക്കുകൾ സത്യമാണെന്ന് വിശ്വസിച്ചതാണ് എനിക്ക് അപകടം ഉണ്ടായത് എന്നൊക്കെ അവിടെ നിന്ന് കംസൻ പറയുന്നു. ദേവകി വസുദേവന്മാരുടെ ചങ്ങലാബന്ധത്തെ മോചിപ്പിച്ചു. രാക്ഷസന്മാരെ പോലെ നിങ്ങൾക്കുണ്ടായിട്ടുള്ള കുട്ടികളെ മുഴുവൻ ഞാൻ കൊന്നു. എന്നോട് ക്ഷമിക്കണം, എൻ്റെ ദൗരാത്മ്യം ക്ഷമിക്കണേ, ഞാൻ ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ക്ഷമിക്കണേ ക്ഷമിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ
രണ്ടുപേരുടെയും പാദം തലോടി കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റിന് എനിക്ക് പ്രായശ്ചിത്തം കിട്ടണമെങ്കിൽ, മനഃശാന്തി കിട്ടണമെങ്കിൽ നിങ്ങൾ ഇവിടെ തന്നെ, ഈ കൊട്ടാരത്തിൽ തന്നെ, ജയിലിലല്ല, ഈ കൊട്ടാരത്തിൽ താമസിക്കണം. നിങ്ങൾ സുഖമായിട്ട് ഇവിടെ തന്നെ കഴിഞ്ഞോളൂ, ശൂരസേനത്തിലേക്കൊന്നും പോകേണ്ടതില്ല, വളരെ സന്തോഷത്തോടു കൂടി കഴിയണം, ഞാൻ തെറ്റുകാരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവകി വസുദേവന്മാരെ മോചിപ്പിച്ച് കൊട്ടാരത്തിനകത്ത് കൂട്ടിക്കൊണ്ടുപോയി ഇവിടെ ഭംഗിയായിട്ട് കഴിഞ്ഞുകൂടുമെന്ന് പറഞ്ഞു. അന്ധകാര ജടിലമായ കംസൻ്റെ ആ ഹൃദയത്തിലെ കൂരിരുട്ടത്ത് മിന്നാമിന്ന് പോലെ ഒരു വിവേകം, ഒരു നേരിയ കിരണം ഭഗവാൻ അവതരിച്ചപ്പോഴത്തേനും ഉണ്ടായി. അതുകൊണ്ടാണ് ഇപ്പോഴും മോചിപ്പിക്കാൻ ഇടവന്നത് എന്നൊക്കെയാണ് പറയുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞ രംഗങ്ങളൊക്കെ ഉണ്ട്. അതായത്, ഞാൻ ചെയ്ത ദുഷ്കർമ്മങ്ങൾ നിങ്ങൾ ക്ഷമിക്കണം, എൻ്റെ അപരാധത്തിന് എനിക്ക് മാപ്പ് തരണം എന്ന് പറഞ്ഞിട്ടാണ് ഇവരൊക്കെ മോചിപ്പിച്ചത്. ഏതായാലും ദേവകി വസുദേവന്മാരെ ബന്ധനത്തിൽ നിന്ന് അഭാഗ പൂജ്യ സംപൂജ്യ മഹാനായ യോഗ്യനായ മഹാത്മാവെ എന്നൊക്കെ വിളിച്ചുകൊണ്ട് വസുദേവർ പറഞ്ഞു, എന്നോടൊന്നും തോന്നരുതേ എന്നൊക്കെയുള്ള വാക്കുകൾ പറഞ്ഞു. അതോടുകൂടി കംസന് കുറച്ചൊരു സമാധാനം തോന്നി. പക്ഷേ രാത്രിയിൽ കണ്ട രംഗം അദ്ദേഹത്തെ വല്ലാതെ ഉലയ്ക്കുന്നു. പെട്ടെന്ന് തന്നെ മന്ത്രിസഭ യോഗം വിളിച്ചു ചേർക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്യുന്നു. അങ്ങനെ കംസൻ്റെ ഭൃത്യന്മാരെ വിട്ട്, സാധാരണ മന്ത്രിസഭാ യോഗം ചേരുമ്പോൾ 10 മണിയൊക്കെ കഴിയും. പക്ഷേ ഇപ്പോൾ എനിക്കധികം സമയമില്ല, എത്രയും പെട്ടെന്ന് തന്നെ ഈ ഉള്ളിലുള്ള അസ്വസ്ഥത കൊണ്ട് ഈ കാര്യങ്ങൾ എല്ലാവരോടും പറയണം, മാത്രമല്ല ഇനി എല്ലാവരും നല്ലവരായിട്ട് ജീവിക്കണം എന്നുള്ള ആഗ്രഹം, സദ്ബുദ്ധി കംസനുണ്ടായി ദേവിയുടെ അനുഗ്രഹം കൊണ്ട്. അങ്ങനെയാണ് അടിയന്തര മന്ത്രിസഭാ യോഗം ചേരാൻ തീരുമാനിച്ചത്. മധുരയിലാണ് ആദ്യമായിട്ട് അടിയന്തര മന്ത്രിസഭാ യോഗം ചേരുന്നത്. അപ്പോഴത്തന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് തന്നെ എല്ലാ മന്ത്രിമാരെയും വിളിച്ച് ചേർക്കണമെന്ന് പറഞ്ഞ് നിർദ്ദേശം കൊടുത്തു. അങ്ങനെ പ്രഭാതത്തിൽ എല്ലാ മന്ത്രിമാരെയും വിളിച്ചു വരുത്തുന്ന രംഗം ആ പ്രഭാതത്തിലുള്ള മന്ത്രിസഭാ യോഗത്തിൽ വെച്ച് കംസൻ കാര്യങ്ങൾ പറയുന്നു. അതനുസരിച്ച് മറ്റുള്ളവർ അവരുടേതായ മറുപടികൾ പറയുകയൊക്കെ ചെയ്യുന്ന ആ മധുരയിലെ രംഗമാണ് ഇനി അങ്ങോട്ട് അടുത്ത ശ്ലോകങ്ങളിലൂടെ വിവരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശാഃ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. യോഗീന്ദ്രാണം ത്വദംഗേഷ്വധികസു മധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുഗിസലയം നാഥതേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യസിന്ധോ ഹൃത്വാ നിശേഷതാപൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ
ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ 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 കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം. ശ്രീഭാഗവതാമൃതം ജീവാമൃതം ശ്രീ വിഷ്ണു ഭഗവാന്റെ ചരിതാമൃതം വേദവ്യാസൻ മൊഴിഞ്ഞ വചനാമൃതം ഭാഗവതാമൃതം ജീവാമൃതം വേദസാരാമൃതം